പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 8 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ 8 മിസ്റ്റേക്കുകൾ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ 1 എന്ന് പറയുന്നത് ട്രൈങ് ടു ബൈ ഹാർട്ട് എവറി സബ്ജക്റ്റ്. നമ്മൾ കൂടുതൽ പേരും കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ നിൽക്കാതെ എല്ലാ സബ്ജക്റ്റും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഇത് ഭയങ്കരമായിട്ട് തെറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ സബ്ജക്റ്റും അത് പഠിക്കേണ്ടതായ രീതിയിൽ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അതിൽ അത്രയും തിയറിയാണ്, ഒരുപാട് അങ്ങനെ കൺസെപ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കഥ പോലെയാണ്. സോ നമ്മൾ കുറച്ചൊക്കെ ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. അതുപോലെ ബയോളജീൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം പോയിൻറ്റ്സ് ബൈ ഹാർട്ട് ചെയ്യുക. മാത്സ്, ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ നമ്മളത് പഠിച്ച് ഇക്വേഷൻസ് മാത്രം ബൈ ഹാർട്ട് ചെയ്യുക. അതുപോലെ ഫോർമുല, അങ്ങനെ ലോസ്, അങ്ങനത്തെ കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. അതല്ലാതെ കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. അതല്ലാതെ ഫുള്ള് ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടൊരു ക്വസ്റ്റ്യനൊക്കെ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഈ രീതിയിൽ വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കെമിസ്ട്രീൻ്റെ കാര്യത്തിലാണെങ്കിലും റിയാക്ഷൻസൊക്കെ കുറച്ചൊക്കെ ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ബൈ ഹാർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഈ ഒരു രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഫ്യൂച്ചറിലും അവർ പഠിച്ചതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകാതിരിക്കാനും നമുക്ക് ഹെൽപ്പ് ആവുള്ളൂ. സോ അതുകൊണ്ട് ഈ രീതിയിൽ വേണം നിങ്ങൾ ഓരോ സബ്ജക്റ്റും പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി മിസ്റ്റേക്ക് നമ്പർ 2 എന്ന് പറയുന്നത് റൈറ്റിംഗ് നോട്ട്സ് വൈൽ വാച്ചിങ് ക്ലാസ്സസ് എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് ഓണാക്കി വെച്ചിട്ട്, ഇപ്പോൾ കൂടുതൽ പേരും യൂട്യൂബിലൊക്കെയാണ് ക്ലാസ്സസ് കാണുന്നത്. അപ്പോൾ ക്ലാസ് ഓണാക്കി വെച്ചിട്ട് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പം തന്നെ നോട്ട് ചെയ്തു. അത് ഒരു കണക്കിന് നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് നോട്ട് ചെയ്തലും ക്ലാസ് കാണലൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ അതെന്ന് വെച്ചാൽ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ ശ്രദ്ധിക്കാതെ നോട്ട് ചെയ്യുന്നതിലായിരിക്കും നമ്മുടെ കൂടുതലും കോൺസെൻട്രേഷൻ ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു 2 hour ക്ലാസ് ആണെങ്കിൽ ഒരു അരമണിക്കൂർ കാണുക, അല്ലെങ്കിൽ ഒരു 2-3 ടോപ്പിക്ക് പഠിക്കുക. അതിനുശേഷം ആ ഒരു 2-3 ടോപ്പിക്ക് നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കാം. പിന്നെ അടുത്തൊരു 2-3 ടോപ്പിക്ക് പഠിക്കുക, എന്നിട്ട് അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കുക. ഈ ഒരു രീതിയിൽ പോവുക. അതല്ലാതെ കാണുന്ന ടൈമിൽ തന്നെ എഴുതാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ വരും. സോ ഈ രീതിയിൽ വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. മിസ്റ്റേക്ക് നമ്പർ 3 എന്ന് പറയുമ്പോൾ ബ്ലൈൻഡ് കോപ്പിയിങ് ആണ്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്തുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് പേരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള മുഴുവൻ ലൈനും എടുത്തിട്ട് നോട്ടിലേക്ക് പകർത്തി എഴുതുക. അങ്ങനെ അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് പോയിൻറ്റ്സ് അതിലുണ്ടാവും. പക്ഷെ നമുക്ക് ഒരു ഡൗട്ട്, ഇതെങ്ങാനും എക്സാമിന് വന്നാലോ എന്ന് വെച്ചാൽ നമ്മൾ എഴുതിയെടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം ഒരു അത്യാവശ്യം പോയിൻ്റ് ആക്കി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയെടുക്കുക. കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ളത് മുഴുവൻ നോട്ടിലേക്ക് എഴുതാനാണെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാമായിരുന്നു. വെറുതെ നോട്ടിലേക്ക് എഴുതി ടൈം കളയണ്ട. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പം കുറച്ചും കൂടി വൃത്തിയോടെയും അതുപോലെ നമുക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രം ഉൾപ്പെടുത്തി കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ളൊരു നോട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് നോക്കുമ്പം എന്താ പറയുക, പഠിക്കാനുള്ളൊരു ഇഷ്ടം വരണം. അതുപോലെ ഓക്കെ, ഇത് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് വേഗം പഠിക്കാൻ പറ്റും, എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള ഒരു നോട്ടായിരിക്കണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ 4 എന്താ, റീറൈറ്റിംഗ് നോട്ട്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഈ ഒരു കാര്യം ഞാൻ പഠിക്കുന്ന ടൈമിൽ ഞാനും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അഥവാ നമ്മളിപ്പോൾ ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് വൃത്തിയില്ല, അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതും ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നോട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ചാപ്റ്ററിൻ്റെ നോട്ട്സ് തന്നെ 2-3 തവണ ക്രിയേറ്റ് ചെയ്യൽ, അത് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല വൃത്തിയിൽ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ലൊരു നോട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതല്ലാതെ 2-3 തവണ വീണ്ടും ആ ഒരു കാര്യം എഴുതിയെടുക്കുന്നത് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മിസ്റ്റേക്ക് നമ്പർ 5 എന്ന് പറയുമ്പം പാസീവ് റീഡിങ് ഡ്യൂറിങ് റിവിഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ റിവിഷൻ്റെ ടൈമിൽ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മൾ വെറുതെ ബുക്ക് തുറന്ന് വെച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളിങ്ങനെ വായിച്ച് വെറുതെ റീഡ് ചെയ്ത് പോകും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ ഓർമ്മ ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ പിന്നെ എക്സാം ഹാളിൽ പോയാൽ നമുക്ക് ആ ഒരു കാര്യം ഒട്ടും ഓർമ്മ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ ബുക്ക് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടിയെ പഠിപ്പിക്കുന്ന രീതിയിൽ, ഇങ്ങനെ ഒരു ടീച്ചർ കുട്ടിയെ പഠിപ്പിക്കുന്ന രീതിയിൽ, ആ രീതിയിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം. അതല്ലാതെ ബുക്ക് തുറന്ന് വെച്ച് റിവൈസ് ചെയ്യുന്നത് നമ്മൾ എക്സാമിൻ്റെ ടൈമിൽ ഹെൽപ്പ് ചെയ്യില്ല. ഇനി 6ാമത്തെ മിസ്റ്റേക്ക് എന്താ നോക്കുകയാണെങ്കിൽ സ്റ്റഡിയിങ് വിത്തൗട്ട് ബ്രേക്സ്. അപ്പോൾ നമ്മളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഡയറക്റ്റായിട്ട് ബ്രേക്കൊന്നും ഇല്ലാതെ ഒരു 3 മണിക്കൂർ അങ്ങ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും ഹാർഡ് വർക്കിംഗ് ആണ്, നമുക്ക് നല്ല മാർക്ക് കിട്ടും, അങ്ങനെയൊക്കെ. പക്ഷെ അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചാൽ പോലും നമുക്ക് ആ ഒരു ഫസ്റ്റ് 1 hour പഠിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുക. അതുപോലെ ബ്രെയിനിൽ നന്നായിട്ട് സ്റ്റോർ ആയിട്ടുണ്ടാവുക. ബാക്കി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് അത്രയും ഓർമ്മയിലൊന്നും നിൽക്കാൻ സാധ്യതയില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുക. അപ്പോൾ ഒരു 25 മിനിറ്റ് പഠിച്ച് 5 മിനിറ്റ് ബ്രേക്ക്, നമ്മുടെ പൊമോഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യാം.
ഇനി അങ്ങനെ ഒരു 4 സൈക്കിൾ നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം ഒരു ലോങ് ബ്രേക്ക് എടുക്കുക. ഇനി അതല്ലെങ്കിൽ 25 മിനിറ്റ് വളരെ ചെറുതായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 50 മിനിറ്റ് പഠിച്ച് 10 മിനിറ്റ് ബ്രേക്ക്, അങ്ങനത്തെ ഒരു 2 സൈക്കിളൊക്കെ ഫോളോ ചെയ്യുക. എന്നിട്ടൊരു ലോങ് ബ്രേക്ക് എടുത്ത് വീണ്ടും പഠിക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതല്ലാത്ത ബ്രേക്ക് ഇല്ലാതെ പഠിച്ചാൽ നമുക്ക് അത്രയും എഫിഷ്യൻ്റായിട്ട് പഠിക്കാൻ പറ്റില്ല. സോ ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക. ഇനി മിസ്റ്റേക്ക് നമ്പർ 7 എന്താണെന്ന് നോക്കുകയാണെങ്കിൽ റീഡിങ് ആൻസേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് പ്രാക്ടീസിങ് ദം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈമിൽ തന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ എടുക്കുകയാണ്, പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വെറുതെ ആൻസർ റീഡ് ചെയ്തിട്ട് പോകും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ ഓക്കെ ഇത് എനിക്കറിയാമെന്നൊക്കെ തോന്നുവാണെങ്കിലും പിന്നെ നമ്മൾ നോക്കുന്നത്, അതായത് എക്സാം ടൈമിലൊക്കെ നമ്മൾ ആലോചിക്കുന്ന ടൈമിൽ ആ ഒരു ആൻസർ നമുക്ക് കിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച്, ഇപ്പോൾ ബയോളജി, സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിലാണെങ്കിൽ ഒന്ന് ആൻസർ നോക്കാതെ ഒന്ന് പറഞ്ഞു പഠിക്കുക. എന്നിട്ട് പിന്നീട് ആൻസർ നോക്കുക, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത്. അങ്ങനെ ചെയ്യാം. ഇനി അതെല്ലാം മാത്സ്, ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാം. എല്ലാത്തിലും എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ ബയോളജി, സോഷ്യൽ സയൻസ് പോലുള്ള തിയറി സബ്ജക്റ്റുകളിൽ ജസ്റ്റ് ആൻസർ പറഞ്ഞതിന് ശേഷം ആൻസർ നോക്കാം, എന്നിട്ടത് ശരിയാണോ നോക്കാം. ഈ മാത്സ്, ഫിസിക്സിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിലും ഒരു ആൻസർ എഴുതാൻ കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതുന്നതിനിടയിൽ സ്റ്റക്കായി പോകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിസ്റ്റേക്ക് നമ്പർ 8 എന്ന് പറയുമ്പം സ്റ്റഡിയിങ് ടു ലേറ്റ് അറ്റ് നൈറ്റ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് അത്ര ശരിയല്ല. കാരണം ഞാൻ പഠിക്കുന്ന ടൈമിൽ ഞാൻ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനിയും ഡിഗ്രി പഠിക്കണം അത്രേ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഒരുപാട് തവണ ഉറക്കം കഴിഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൽ നിന്ന് ഏറ്റവും കിട്ടിയൊരു ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്, രാത്രി ആകുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല. നമുക്ക് രാവിലെ ആകുമ്പോഴേ പിന്നെ ഉറക്കം വരും. അത് എക്സാം ടൈമിലായിരിക്കും നമ്മൾ ഉറക്കം കഴിഞ്ഞ് പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ പിന്നീട് അത് ആ ഒരു രീതിയിൽ മാറും. നമ്മൾ ഡെയിലി രാത്രി ഉറങ്ങാതെ രാവിലെ ഉറങ്ങുന്ന ഒരു ശീലം വരും. സോ അതുകൊണ്ട് തന്നെ ഉറക്കം കഴിഞ്ഞ് പഠിക്കുന്നത് അത്രയും നല്ലൊരു കാര്യമല്ല. അത് പിന്നെ നിങ്ങൾക്കത് നിർത്താൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് രാവിലെ മാത്രമേ ഉറക്കം വരൂ, രാത്രി ഉറക്കം കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറക്കം കഴിഞ്ഞ് പഠിക്കുന്നത് ഒഴിവാക്കിയിട്ട് ഒരു മാക്സിമം ഒരു രാത്രി 12 മണി വരെയൊക്കെ പഠിക്കുക. അതിന് ശേഷം പഠിക്കാതിരിക്കുക. ഈ രീതിയിൽ പരമാവധി ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ കിട്ടുന്ന ടൈമിലൊക്കെ പഠിക്കുകയാണെങ്കിൽ രാത്രി പഠിക്കേണ്ടതായിട്ട് വരില്ല. നമ്മൾ രാവിലെ കുറച്ച് മടി കാണിക്കുന്ന ടൈമിലായിരിക്കും നമുക്ക് രാത്രി പഠിക്കേണ്ടതായിട്ട് വരിക കൂടുതലും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്സൊക്കെ ഒഴിവാക്കി ഇനി മുതൽ പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ഇടുക. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്തത് ഏത് വീഡിയോ വേണം എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.